ഒരു വലിയ യുദ്ധം തുടങ്ങുന്നു എന്നൊരു നിമിഷം കരുതൂ. ശത്രു രാജ്യത്തിന്റെ സാറ്റലൈറ്റുകൾ ആകാശത്ത് നിന്ന് ഇന്ത്യയുടെ ഓരോ സൈനിക കേന്ദ്രവും നോക്കിക്കൊണ്ടിരിക്കുന്നു. മിസൈലുകൾ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ കമാൻഡ് വന്നാൽ എല്ലാം തകർക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ അവർക്ക് കണ്ടെത്താനാകുന്നില്ല. ഭൂമിയുടെ മുകളിൽ അല്ല, ഭൂമിയുടെ 80 മീറ്റർ താഴെ കല്ലിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അദൃശ്യ കോട്ടകളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ സ്ട്രാറ്റജിക് ബാറ്റലിലേക്ക് കടക്കുകയാണ്. മുൻപ് ആയുധങ്ങൾ, മിസൈലുകൾ, വെടിക്കോപ്പുകൾ എന്നിവയെല്ലാം ഭൂമിയുടെ മുകളിലുള്ള ഗോഡൌണുകളിലായിരുന്നു സൂക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ യുദ്ധം മാറി. സാറ്റലൈറ്റ് നിരീക്ഷണം, കൃത്യമായ ലക്ഷ്യം കണ്ടെത്തുന്ന മിസൈലുകൾ, ഇവ കാരണം മുകളിലുള്ള സ്റ്റോറേജ് വരെ അപകടകരമായ രീതിയിൽ മാറ്റേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ സ്ട്രാറ്റജിക് മാറ്റത്തിലേക്കാണ് കടക്കുന്നത്. മുൻപ് ആയുധങ്ങൾ, മിസൈലുകൾ, വെടിക്കോപ്പുകൾ എന്നിവയെല്ലാം ഭൂമിയുടെ മുകളിലുള്ള ഗോഡൌണുകളിലായിരുന്നു സൂക്ഷിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ യുദ്ധ രീതികളൊക്കെ മാറിയിരിക്കുകയാണ്. സാറ്റലൈറ്റ് നിരീക്ഷണം, കൃത്യമായി ലക്ഷ്യം കണ്ടെത്തുന്ന മിസൈലുകൾ, ഇവ കാരണം മുകളിലുള്ള സ്റ്റോറേജ് വളരെ അപകടകരമായി മാറി. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഭൂമിക്കടിയിലേക്ക് മാറുകയാണ്. ഇന്ത്യ നിർമ്മിക്കുന്നത് വലിയ അണ്ടർഗ്രൗണ്ട് ഗുഹകളാണ്. പക്ഷേ ഇത് സാധാരണ ഗുഹകളല്ല. വലിയ പാറകളെ കുത്തിത്തുറന്ന് കിലോമീറ്ററുകൾ നീളത്തിൽ ഗൗരവമായ സുരക്ഷയോടെ നിർമ്മിക്കുന്ന സൈനിക സ്റ്റോറേജുകളാണിവ. അതായത് ഒരു 20 നില കെട്ടിടം മണ്ണിനടിയിൽ കെട്ടിപ്പൊക്കിയാൽ എങ്ങനെയിരിക്കും, അത്രത്തോളം ആഴം. ഇവിടെയാണ് ഇന്ത്യ തങ്ങളുടെ പ്രധാന ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളും സൂക്ഷിക്കാൻ ഒരുങ്ങുന്നത്. എന്തിനാണ് ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് പോകുന്നത്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഒരേ ഒരു കാരണം, സുരക്ഷ. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോംബുകൾ പോലും ഭൂമിയുടെ അടിയിലേക്ക് തുരന്നു കയറാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഉദാഹരണത്തിന് 12,000 കിലോ ഭാരം വരുന്ന വലിയ ബോംബുകൾ വരെ ഉപയോഗിക്കാം. എന്നാൽ ഈ ഗുഹകൾ കല്ലിനുള്ളിൽ വരെ ആഴത്തിൽ നിർമ്മിച്ചാൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പോലും താങ്ങാൻ ഇവയ്ക്ക് കഴിയും എന്നത് എടുത്തു തന്നെ പറയണം. ഇവയുടെ മുകളിലുള്ള കല്ലിന്റെ ഭാരം തന്നെ ഒരു സ്വാഭാവിക കവചം പോലെയാണ്. അതുകൊണ്ട് അകത്തുള്ള ആയുധങ്ങൾ തകർക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറും. ഇത് ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയെ സംരക്ഷിക്കാൻ വളരെ പ്രധാനമായ ഒന്നാണ്. അതായത് ഒരു ശത്രു ആദ്യം ആക്രമിച്ചാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയുന്ന ശേഷി നിലനിൽക്കുമെന്നതാണ്. ഇത് യുദ്ധത്തിൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് കേട്ടോ. ഇത് കൂടാതെ ഈ അണ്ടർഗ്രൗണ്ട് ഗുഹകൾ മിസൈൽ ആക്രമണങ്ങൾക്കും വിമാന ആക്രമണങ്ങൾക്കും ഇവയ്ക്കെതിരെ ശക്തമായ സംരക്ഷണം നൽകുമെന്നതാണ്. ഇവയ്ക്ക് ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ ഭീഷണികൾക്കും ഒരു പരിധിവരെ പ്രതിരോധം തീർക്കാൻ കഴിയും. ഇതിന്റെ വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഇവ കാണാനാകാത്തതാണ് എന്നതാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു തുരങ്കവാതിൽ മാത്രമേ കാണാനാകൂ. പക്ഷേ യഥാർത്ഥ സ്റ്റോറേജ് അതിൽ നിന്നും വളരെ അകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറും. ഈ ഗുഹകൾ നിർമ്മിക്കുന്നത് വളരെ വലിയ ഒരു എഞ്ചിനീയറിംഗ് ചലഞ്ച് ആണെന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്. ലക്ഷക്കണക്കിന് ടൺ പാറകളാണ് പുറത്തേക്ക് നീക്കം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അകത്തെ താപനിലയും ഈർപ്പവും സ്ഥിരമായി നിലനിർത്തണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം മിസൈലുകളും വെടിക്കോപ്പുകളും ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഭൂമിക്കടിയിലെ സ്ഥിരമായ താപനില കാരണം ഇവയുടെ ആയുസ് കൂടും. ഇപ്പോൾ ഇന്ത്യ ഈ ഗുഹകൾ പ്രധാനമായും സ്ട്രാറ്റജിക് സ്ഥലങ്ങളായാണ് നിർമ്മിക്കുന്നത്. കിഴക്കൻ മേഖലയും പാശ്ചാത്യ അതിർത്തിക്ക് സമീപവും പ്രധാന ശ്രദ്ധയിലാണ് ഇപ്പോഴുള്ളത്. ഉദാഹരണത്തിന് ആസാമിൽ ഇത്തരം പദ്ധതികൾക്കായി ഭൂമി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന വലിയ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത് അതിർത്തി പ്രദേശങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കാൻ നമ്മുടെ രാജ്യത്തെ സഹായിക്കും. ഇവ റോഡും റെയിൽവേയും ബന്ധിപ്പിക്കും. അതുകൊണ്ട് മിസൈലുകൾ വളരെ രഹസ്യമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുമാകും. ഇത് ഭൂമിയുടെ മുകളിൽ സ്ഥലം കുറവുള്ള ഇന്ത്യക്ക് ഒരു വലിയ ഗുണമാണ്. മുകളിലുള്ള ഭൂമി കൃഷിക്കും വ്യവസായത്തിനും ഉപയോഗിക്കാം. പക്ഷേ താഴെ ഒരു വലിയ സൈനിക നഗരം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെ, ഇന്ത്യ ഇപ്പോൾ മിസൈൽ സിറ്റീസ് എന്ന ആശയത്തിലേക്കാണ് പോകുന്നത്. അവിടെ മിസൈൽ നിർമ്മാണം, പരിപാലനം, സ്റ്റോറേജ് എല്ലാം ഒരു സ്ഥലത്ത്, പരിപൂർണമായും ഭൂമിക്കടിയിൽ.